കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പലരും പറയാറുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ കല്യാണം, എൻ്റെ വിവാഹം. വിവാഹം അതൊന്നേ ഉള്ളൂ ഇല്ലേ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്നൊരു സംഗതിയാണ്. ചിലർ 2 കല്യാണം കഴിക്കും, അത് ജാതക വിധിയാണ്, സാരമില്ല പോട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ രാജതുല്യമായൊരു വിവാഹം നടക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. രാജതുല്യമായൊരു വിവാഹം അത് നമുക്ക് എല്ലാവർക്കും വേണം. സ്ത്രീയായാലും പുരുഷനായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ബോയായാലും ഗേളായാലും ഇതൊക്കെ ആവശ്യമാണ്. തത്വജ്ഞനും നിരൂപമനും നിഷ്കളങ്കനും സർവ്വചരാചരത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതും ആശ്രയിക്കുന്നവരെ കൈവെടിയാത്തവനുമായ അല്ലയോ ശ്രീരാമചന്ദ്ര, അവിടത്തേക്ക് പ്രണാമം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് രാജതുല്യമായ വിവാഹം നടക്കാൻ പോകാമെന്ന് വിചാരിക്കാം. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ജാനകിപുത്രിയെ കല്യാണം കഴിച്ച കഥയൊക്കെ നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും അതുപോലെ ഒരു വിവാഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതുപോലെ രാജതുല്യമായൊരു വിവാഹമാണ് നമുക്ക് ആഗ്രഹം. അതാണ് നമുക്ക് നടക്കേണ്ടതെങ്കിൽ നമുക്ക് സീതാദേവിക്ക് അനുയോജ്യനായ ശോഭിച്ചിടുന്ന ഒരു രാജകുമാരനാണ് ആര്? ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ സീതാദേവി വിവാഹം കഴിക്കുന്നത് കണ്ട് ആനന്ദസാഗരത്തിൽ എല്ലാവരും ആറാടി. സന്തോഷം കൊണ്ട് എല്ലാവരും മതിമറന്നു. ഒരു പെൺകുട്ടിക്ക് നല്ലൊരു പയ്യനെ കിട്ടി, അവൾ നല്ലൊരു വിവാഹത്തെ അവളുടെ പിതാമഹന്മാരും അവളുടെ കുടുംബവും മറ്റു നാട്ടുകാരും എല്ലാവരും ആനന്ദത്താൽ സന്തോഷത്താൽ ആഹ്ലാദത്താൽ മതിമറന്നാടി. ശ്രീരാമൻ സീതാദേവിയുടെ ഭർത്താവായി തീർന്നു. നമുക്ക് രാമായണത്തിൽ അറിയാം, ബാലകാണ്ഡത്തിൽ പറയുന്നുണ്ട്. ആധ്യാത്മ രാമായണം ബാലകാണ്ഡം സീതാ സ്വയംവരത്തിൻ്റെ മന്ത്രാക്ഷര ജപത്തിലൂടെ, ആധ്യാത്മ രാമായണത്തിലെ ബാലകാണ്ഡം സീതാ സ്വയംവരത്തിലെ മന്ത്രാക്ഷര ജപത്തിലൂടെ നിശ്ചയമായും നമ്മൾക്ക് ഇങ്ങനെ ഒരു രാജതുല്യമായ വിവാഹത്തിന് അനുഭവം ഉണ്ടാവും, സാധ്യതയുണ്ടാവും. കാരണം ഈ ബാലകാണ്ഡത്തിൽ സീതാ സ്വയംവരം രാജതുല്യമായൊരു വിവാഹം നടക്കുന്നതിന് വേണ്ടി ഭക്തിപൂർവം ഭയങ്കര ഭക്തി ബഹുമാനത്തോടുകൂടി നിത്യവും നിങ്ങൾ പാരായണം ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന കർക്കിടക മാസത്തിൽ മാത്രം രാമായണം വായിക്കും. ഈ കർക്കിടക മാസത്തിൽ 30 ദിവസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ എല്ലാവരും നിർബന്ധമായിട്ട് രാമായണം ഇടിച്ച് പൊളിച്ച് പരാക്രമം പിടിച്ച് വായിച്ച് വേഗം അങ്ങ് തീർക്കും. രാമായണത്തിൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അയ്യോ യഥാ അറിയില്ല, അടുത്ത വർഷം പിന്നെ തുറന്നു നോക്കുള്ളൂ. അങ്ങനെയല്ല, രാമായണത്തിലെ ഓരോ സർഗവും ഓരോ ഭാഗവും നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്, ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ, ഓരോ സർഗങ്ങളും നമ്മൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും. അതിന് ചിലപ്പോൾ വ്രതാനുഷ്ഠാനങ്ങൾ വേണമെന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കാം. ജീവിതത്തിലെ എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായിരിക്കും എല്ലാവരും പറയുക. പക്ഷേ ചില ലൗകിക സുഖങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് രാജതുല്യമായൊരു വിവാഹമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. സീതാദേവിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ പോലെ സർവ്വശ്രേഷ്ഠനായ ഒരു വരനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്തോളാം, ധൈര്യമായിട്ട് ചെയ്തോളാം. എല്ലാ ദിവസവും കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് വൃത്തിയായിട്ട് വൈകുന്നേരങ്ങൾ സന്ധ്യാസമയങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ അതിരാവിലെയോ നിങ്ങൾ ബാലകാണ്ഡത്തിലെ സീതാ സ്വയംവരം നിങ്ങൾ എന്ത് ചെയ്യുക? സീതാ സ്വയംവരത്തിലെ മന്ത്രാക്ഷരങ്ങൾ ജപിക്കുക. അത് രാജതുല്യമായ വിവാഹം നടക്കുന്നതിന് ഈ ഭാഗം ഭക്തിപൂർവ്വം നിത്യവും പാരായണം ചെയ്യുക. കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന പതിപത്നിമാരെ, ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ, പതിപത്നിമാരെ നിങ്ങൾക്ക് ലഭിക്കും. കോടി സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന പതിപത്നിമാരെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് തന്നെ പോയി വായിച്ചിട്ട് നാളെ തന്നെ പതിപത്നിമാരെ കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ദിവസങ്ങളാവാം, ചിലപ്പോൾ ഒരു സംവത്സരമാവാം, ചിലപ്പോൾ 6 മാസമാവാം, ചിലപ്പോൾ 1 വർഷമാവാം. പക്ഷെ ഒരു ദിവസം പരീക്ഷിക്കാൻ വേണ്ടി ആരും ഇത് ചെയ്യരുത്. ഒരു നാമജപങ്ങളും ഒരു ഈശ്വരനെയും നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് വളരെയേറെ ത്യാഗത്തോടുകൂടി ഭയഭക്തിയോടുകൂടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചു പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്നത് സത്യമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ജാതകത്തിലോ നിങ്ങളുടെ ഗ്രഹത്തിലോ ഏതെങ്കിലും വിവാഹം നടക്കാൻ കുറച്ച് സമയദോഷം വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടും കല്യാണം നടക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാലകാണ്ഡം സീതാ സ്വയംവരം സൽക്കാര യോഗ്യന്മാരാം എന്ന് തുടങ്ങി മാർക്ക് ചെയ്തു വെച്ചോളൂ എല്ലാവരും. ബാലകാണ്ഡത്തില് സീതാ സ്വയംവരം എടുക്കാം. ബാലകാണ്ഡത്തിലെ സീതാ സ്വയംവരം എന്ന് സർഗം എടുത്തിട്ട് അതിൽ സൽക്കാര യോഗ്യന്മാരാം എന്ന് തുടങ്ങുന്ന വരി മുതൽ
ജനക മഹീന്ദ്രനും എന്ന് വരെയുള്ള ആ പോർഷൻ നിങ്ങൾ വായിക്കുക. 1, 2, 3 തവണ 7 തവണ വായിച്ചാൽ വളരെ നല്ലതൊരു ദിവസം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു സമയം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ പറയുന്ന ഇത്രയും ഭാഗം ബാലകാണ്ഡത്തില് സീതാ സ്വയംവരത്തില് സൽക്കാര യോഗ്യന്മാരാം എന്ന് തുടങ്ങുന്ന വരി തൊട്ട് ജനക മഹീന്ദ്രനും എന്ന് പറയുന്ന വരി വരെ നിങ്ങൾ എല്ലാ ദിവസവും, ഒരു ദിവസം 7 പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വിവാഹം വരെ ഇത് വായിച്ചു കഴിഞ്ഞാൽ രാജതുല്യമായ ഒരു വിവാഹം നടക്കാൻ നിങ്ങൾക്ക് അനുഭവ സമ്പത്തുണ്ടാവും. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയുകയും വേണം. അപ്പം അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി ആരും ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചെയ്തോളാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രാജതുല്യമായ വിവാഹം വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ.